അനുഗ്രഹിക്കുന്ന ദൈവം, ദ ഗോഡ് ഹൂ ബ്ലെസ്സസ് അസ്. അനുഗ്രഹിക്കുന്ന ഒരു ദൈവം എന്ന് പറയുമ്പോൾ ദൈവം നല്ലവനാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. ഒരു കോൺസ്റ്റൻ്റായിട്ട് നല്ലവനായ ഒരു ദൈവം എനിക്കുണ്ട് എന്നുള്ള ബോധം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നമ്മളിൽ ഉണ്ടാകണം. അത് ഇമ്പരറ്റീവാണ്. അതൊട്ടും ഒരു ഉദാസീനത അതിൽ കാണിക്കല്ലേ. ആദ്യം പഠിപ്പിക്കേണ്ടത് ഇപ്പം നമ്മൾ ദൈവം നല്ലവനാണ്, എന്നാൽ പിന്നെ അങ്ങനെ ഈ ദുരിതങ്ങളെല്ലാം വരുന്നത്, അതിന് ഹിസ്റ്ററി ഉണ്ട്. വേദപുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ എല്ലാം ഒരപ്പൻ മക്കൾക്ക് വേണ്ടി കരുതുന്നതിൻ്റെ മാക്സിമം നന്മയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പിന്നെ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയി എനിക്കതൊന്നും വേണ്ടാന്നും പറഞ്ഞ് പുറത്ത് പോയി ചാടിക്കഴിഞ്ഞ് വെച്ച് പിന്നെ ദൈവത്തെ കുറ്റം പറയണോ? ഇപ്പം തന്നെ നമ്മൾ നോക്ക്, നമ്മൾ അപ്പനമ്മമാർ കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി വെക്കും. കുറച്ച് കഴിയുമ്പോൾ മക്കൾ കള്ളു കുടിക്കാൻ പോവുകയാണെങ്കിൽ അവരതെല്ലാം വിറ്റ് അവർ കള്ളു കുടിക്കും. പക്ഷെ അപ്പനമ്മമാർ എത്രമാത്രം കഷ്ടപ്പെട്ടത് ഉണ്ടാക്കി ഇവരുടെ അനുഗ്രഹത്തിനകത്ത് വെച്ചത് അവർ കള്ളു കുടിച്ച് കളയുന്നത് അപ്പൻ്റെ അമ്മയുടെ കുറ്റമാണോ? അല്ല. ഇറ്റ് ഈസ് ആക്ച്വലി ദ ഫോൾട്ട്. പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ അറിയാൻ വയ്യ എങ്കിൽ നിനക്ക് വച്ചിരിക്കുന്ന അനുഗ്രഹം ലഭിക്കത്തില്ല. ഒരു സത്യം മനസ്സിലാക്കേണ്ടത്, ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം, അവൻ എന്നും നന്മ മാത്രം ചെയ്യുന്ന ദൈവം. രാവിലെ തോറും അവൻ്റെ നന്മകൾ എന്നും പുതിയത്. ഹിസ് മേഴ്സീസ് ആർ ന്യൂ എവ്രി മോർണിംഗ്. ദേ ആർ ന്യൂ എവ്രി മോർണിംഗ്. വി ആർ നോട്ട് കൺസ്യൂംഡ് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേറ്റ് ലവ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോൾ ഈ ദൈവത്തിനോട് മറുതലിച്ചിട്ട് ദൈവം ഉപദ്രവിക്കുന്ന ദൈവമാണ്, എനിക്ക് ദൈവത്തെ വേണമെന്ന് പറയുമ്പം യു ഹാവ് ബിക്കം എ ഫൂൾ. ദൈവം പറയുന്നുണ്ടല്ലോ, മൂഢനായവനാണ് ദൈവമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ജ്ഞാനിയെന്ന് വിചാരിച്ചവൻ ഇപ്പോൾ മൂഢനായിട്ട് നിന്ന് ദൈവത്തെ കുറ്റം പറയുന്നു എങ്കിൽ യു ഡോണ്ട് ഡിസേർവ് ഇറ്റ്. പിന്നെ അപ്പനപ്പന്മാരെ പ്രാർത്ഥിച്ച് കർത്താവ് ഇവർക്ക് പാപബോധം കൊടുത്ത് നീതിബോധം കൊടുത്ത് അത് തന്നെയല്ലേ യോഹന്നാൻ സ്നാപകൻ കടന്നു വന്നേച്ച് ആർക്കും ദൈവത്തെ വേണ്ടല്ലോ. അവൻ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നുണ്ട്, സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവീൻ. ഈ ആത്മാവില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് അവൻ എന്തെല്ലാം നന്മ ചെയ്താലും ദർ ഈസ് എൻ അൾട്ടീരിയർ മോട്ടീവ്. ആരെന്ത് ചെയ്താലും ഇപ്പം നമ്മളിൽ പോലും ദിനംപ്രതി ദൈവത്തോട് നമ്മൾ കഴിയില്ല, നമ്മളിലും അഴുക്ക് ചിന്ത കയറി വരും ഓർക്കണം. അപ്പോൾ ഇത് എന്നും ദൈവത്തോട് നിന്ന് കഴുകുന്ന പോലെയാണ്. അപ്പം നമ്മൾ ദിനംപ്രതി കുളിക്കുന്നത് പോലെ തന്നെയാണ് ആത്മാവിൽ ദൈവത്തിൻ്റെ വചനം കൊണ്ട്, വചനമാകുന്ന ജലസ്നാനം കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മാവിന് കോട്ടം തട്ടുന്നുണ്ട്, അത് പ്രവർത്തിക്കുന്നത് പോരാ. അപ്പോൾ അനുഗ്രഹിക്കുന്ന ദൈവമാണോ എന്ന് ചോദിച്ചാൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഉൽപ്പത്തി 1 തൊട്ട് നോക്കിയാൽ വെളിപ്പാട് വരെ നോക്കിയാൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ മാത്രമായിട്ട് നോക്കിയാൽ അത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വരും. അല്ല ഇതൊരു ഉപദ്രവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞ് നോക്കിയാൽ എല്ലാം ഉപദ്രവിക്കുന്നതായിട്ട് തോന്നിക്കും. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നന്മതിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച നിമിഷം തൊട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കലർന്ന് കിടക്കുകയാണ്. അരിയും മണലും ഒന്നിച്ച് കിടക്കുന്ന പോലെ നമ്മൾ അരി ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ അരിച്ചെടുക്കുക എന്ന് പറയും. അതുകൊണ്ട് അരിയുടെ സാന്ദ്രത മറ്റേതിനെക്കാട്ടി കുറവായത് പൊങ്ങി വരും. അതുപോലെ തന്നെയാണ് ഈ പുസ്തകത്തിൽ നന്മയും തിന്മയും എഴുതപ്പെടേണ്ടതിൻ്റെ കാരണം നമ്മൾ പാപം ചെയ്തുകൊണ്ടാണ്. അല്ലെ ഈ ഒരു ബുക്കല്ല നമുക്ക് തരേണ്ടത്, ഈ ഒരു ബുക്കല്ല ദൈവത്തോടു കൂടെ നിന്ന് അപ്പനും മക്കളും സന്തോഷിക്കുന്ന ബുക്കുകളായിരുന്നു തുറന്നു വരേണ്ടത്. അത് നടന്നില്ല. അത് തരും ദൈവത്തെ ആഗ്രഹിക്കുന്നവർക്ക്. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ നന്മ ചെയ്യും. അവൻ അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ്. സങ്കീർത്തനങ്ങൾ എത്രയോ എടുത്ത് പറയുന്നു, നീതിമാന്റെ സന്തതി ഭക്ഷണത്തിന് വേണ്ടി ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. യഹോവ ഭക്തിയുള്ള പുരുഷനോ അവൻ ഭാഗ്യവാൻ, അവൻ്റെ സന്തതി അവൻ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. ഇതെല്ലാം ഇപ്പോൾ സങ്കീർത്തനങ്ങൾ വായിച്ച 2 കാണാം. ഒന്ന് അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യവാൻ, ഒന്ന് ദുഷ്ടൻ നീചനായവൻ. ഇത് നന്മ തിന്മയുടെ ഫലം കഴിച്ച നിമിഷം തൊട്ട് ഈ ഒരു 2ൻ്റെയും കൂട്ടിച്ചേർക്ക് വന്നുകൊണ്ട് വേദപുസ്തകത്തിൽ നന്മയും തിന്മയും അതിൻ്റെ പ്രതിഫലവും എല്ലാം ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുക. ഇതിൽ നിന്ന് വിവേചിച്ചെറിഞ്ഞെടുത്തിട്ട് അതാണ് മോശ പറഞ്ഞത്, ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഇതാ ഞാൻ നിൻ്റെ മുൻപിൽ ഇതിനകത്ത് വെച്ചിരിക്കുക. ഇപ്പം ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് നീയാണ്. യു ഹാവ് ടു മേക്ക് ദാറ്റ് ചോയ്സ്.
എന്നാൽ പിന്നെ എനിക്കിങ്ങ് എടുത്തു തരരുത്. അതിനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ലേ പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഞാൻ വരാം വിസ്ഡം തരാൻ. ദൈവത്തിൻ്റെ ഫലങ്ങളിൽ ആദ്യമേ കൊടുക്കുന്നത് നോളജും വിസ്ഡവുമാണ്. ഫലങ്ങളിൽ ദൈവം ഉണ്ട് എന്നും ദൈവം ഉണ്ട് എന്നും ദൈവത്തെ ആശ്രയിക്കുന്നതിന് അനുഗ്രഹം തരുമെന്നും വിശ്വസിച്ചെങ്കിൽ മാത്രമേ ബാക്കി കണ്ടീഷനിലോട്ട് കയറുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ഭാഗം എടുത്ത് വായിക്കുന്ന ആവർത്തന പുസ്തകം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ്, അതിനോട് അടുപ്പിച്ചത് തന്നെയാണ് കർത്താവ് കൊണ്ടുവരിപ്പിക്കുന്നത്. ആവർത്തന പുസ്തകം 28:1-14 വരെയുള്ള വാക്യം ചില അമ്മമാർ എന്നും വായിക്കും എന്നല്ലേ കാണാൻ പറയും. അവരുടെ ഭവനങ്ങളിൽ വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. അതൊരു വലിയ എല്ലാവരും പറഞ്ഞാലും എടുക്കുന്നൊന്നുമില്ല. ചിലർ ചെയ്ത് കാണുന്ന ഭാവനയെ എനിക്കറിയാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവജാതികൾക്കും മീതെ ഉന്നതമാക്കും. ഉണ്ട്. ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടിട്ട് അതനുസരിക്കുന്നവനാണ് എങ്കിൽ സകല ജാതികളുടെയും മുൻപിൽ നിന്നെ നിൻ്റെ മക്കളെ മാനിക്കുമെന്ന് ആവർത്തന പുസ്തകം അല്ലെങ്കിൽ ഡ്യൂട്ടറോണമി 28:1 പറയുന്നു. ഈ ഒരു ഫസ്റ്റ് കണ്ടീഷൻ ശരിയാകാതെ സെക്കൻഡ് സ്റ്റെപ്പ് കയറത്തില്ല. പിന്നൊന്ന് ഓർക്കണം, ഈ ദൈവവചനം പഠിപ്പിക്കാനും കർത്താവിലോട്ട് അടുപ്പിക്കാനും വേണ്ടിയാണ് ലോകത്തിലെ യുദ്ധം മുഴുവനും. ഒരമ്മ കിടന്ന് കരയുന്ന മുഴുവനും ഒരു മകൻ്റെ നേർവഴിക്കുള്ള വരവിന് വേണ്ടിയാണ്. ഒരു മകൾക്ക് ദൈവത്തിലേക്ക് തിരിച്ചു വരാനാണ്. അത് അറിഞ്ഞോ അറിയാതെ അമ്മമാർ ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കൾ നേർവഴിക്ക്, അത് യോഹന്നാൻ്റെ 3 ലെറ്ററിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ മക്കൾ ദൈവത്തെ അറിയുന്നു എന്നറിയുന്നതിൽ കൂടുതൽ ഭാഗ്യം എനിക്കെന്ത്? My children should follow the living God. That's my pleasure. അതായിരിക്കണം നമ്മുടെ മോട്ടോ. മറ്റെല്ലാം സെക്കൻഡറി. എത്ര പറഞ്ഞാലും ഇവരുടെ തലയിൽ കയറത്തില്ല. പക്ഷേ മുടിയനായ പുത്രനെ തിരിച്ചു കൊണ്ടുവന്ന കഥ എഴുതി വെച്ചിരിക്കുന്നു. ദൈവം തമ്പുരാൻ അഗസ്റ്റ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അഗസ്റ്റ് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ അമ്മ രാവും പകലും പ്രാർത്ഥിച്ച് തിരിച്ചു കൊണ്ടിരിക്കുന്നു. ഏതൊരു വിശുദ്ധൻ തിരിച്ചു വന്നിട്ടുണ്ടോ ഇപ്പോഴത്തെ കാലത്തും തന്നെ എപ്പോഴത്തെ കാലത്തും പുറകിലാരോ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിനാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം വന്ന് കാണും. പിന്നെ അനുഗ്രഹത്തിൻ്റെ ഉറവിടം മറന്നു പോകാതിരിക്കാൻ പ്രത്യേകമായിട്ട് അവരെ പരിശുദ്ധാത്മാവിൻ്റെ ആ സീൽ അതായത് ഉറപ്പ് കൊണ്ടവരെ എന്നും മുദ്രണം ചെയ്യണം. ഇത് പരീക്ഷ എഴുതാൻ നേരത്ത്, മക്കൾ പരീക്ഷ എഴുതാൻ നേരത്ത് അമ്മമാർ പഠിച്ച് പരീക്ഷ എഴുതിപ്പിച്ചത് എനിക്കറിയാം. അവരെൻ്റെ പ്രാർത്ഥനാ കൂട്ടത്തിലുള്ളവർ തന്നെയാണ്. മകൾ പഠിക്കത്തില്ല, അമ്മ പഠിക്കും, കൊച്ചു പോയി പരീക്ഷ എഴുതും, കുഞ്ഞു പരീക്ഷ ജയിച്ചിട്ട് വരും. ഇതൊക്കെ കേൾക്കുമ്പോൾ എത്രമാത്രം ദ ട്രാൻസ്ഫറബിൾ പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്, അതായത് നമ്മൾ ചെയ്യുന്നത് ഇമ്പ്യൂട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു ശക്തി പരിശുദ്ധാത്മാവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് വായിച്ചുകൊണ്ടിരിക്കുക. ആവർത്തന പുസ്തകം ഞാൻ ബാക്കി അങ്ങ് വായിക്കുകയാണ്. യഹോവ നിന്നെ സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ. ഒബീഡിയൻസ് ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ്. ഒബീഡിയൻസ് വരണമെങ്കിൽ, ഒബീഡിയൻസ് അതായത് അനുസരണത്തിൻ്റെ ഒരു ഹൃദയം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. അല്ലെങ്കിൽ ടീച്ചറിനോട് നീ ആരാന്ന് ചോദിക്കുന്ന പിള്ളേരെ ഇപ്പം. അപ്പനമ്മമാർ നിങ്ങളെന്നെ വളർത്തിയോ? എന്ത് വളർത്തി എന്ന് ചോദിക്കുന്ന മക്കളാണ്. കാലം മാറിപ്പോയി. അപ്പം നമ്മൾ ദൈവം നിയോഗിച്ചതായ ഓർഡറിൽ നിന്ന് മാറി. അതായത് നദി മേളിൽ നിന്ന് താഴോട്ടാണ് ഒഴുകേണ്ടത്. അത് മേളിൽ ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്ന പോലെ നമ്മളിൽ അഹങ്കാരം വരരുത്. കർത്താവിന് വളരെ നിർബന്ധമുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ശ്രദ്ധിക്കും. പട്ടണങ്ങളിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. എന്താണ്? അന്ന് ആടുകളാണ്. ഇന്ന് നമ്മുടെ സ്റ്റോക്ക് ആൻഡ് ഷെയർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തമായിരിക്കാം. എവിടെയും അനുഗ്രഹം എന്നാണ് പറയുന്നത്. അത് നമുക്ക് മാറ്റി പറയാമല്ലോ. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. ആരാണ് എതിർത്തിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ എനിക്കിച്ചിരി എടുത്ത് കാണുന്ന പത്രോസിൻ്റെ ക്യാരക്ടർ. ഞാൻ മുമ്പിൽ നിൽക്കും. പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ ചോദിക്കും ദൈവത്തോട്, ദൈവമേ ഞാൻ പത്രോസിൻ്റെ ക്യാരക്ടർ കാണിച്ച് മുമ്പിൽ ചാടുകയാണ്, പുറകോട്ട് മാറാൻ പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഐ ക്യാൻസൽഡ് വാട്ട് ഐ പ്ലാൻഡ്. എന്നിട്ട് ഞാൻ പുറകോട്ട് മാറും.
അത് ഒരു പ്രത്യേക മെച്യൂരിറ്റിയിൽ വന്നതാണ്, അതായത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അബ്രഹാമിൽ കാണാം. അബ്രഹാം ആദ്യകാലത്ത് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തൊരു മകനെ ഉണ്ടാക്കുമെന്ന്. മകനെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പം കുറേ നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും അത് 75 വയസ്സായിട്ടും 75 വയസ്സിൽ കൊടുത്ത വാഗ്ദത്തം വർഷങ്ങളായിട്ടും സാധിക്കാതെ ഏകദേശം 85 ആയപ്പോഴത്തേക്കും എങ്ങാണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ പറഞ്ഞു കൊടുത്തു, എന്നാൽ ഞാൻ പിന്നെ ഒരു സെർവൻറ്റിനെ തരാം, നമ്മുടെ ഇവിടെയുള്ള ഹാഗാറിനെ തരാം, അതിൽ കൂടെ ഒരു സറോഗേറ്റ് കുഞ്ഞ്. എന്ത് പറ്റി? ദൈവത്തോട് ആലോചന ചോദിക്കാതെ ചെയ്തു ഒരു കുഞ്ഞുണ്ട്, അവന് ഇസ്മയേൽ എന്ന് പേരിട്ടു. ഇന്നും അന്നും കഷ്ടങ്ങൾ തന്നെ, വഴക്കും വയ്യാവേലിയും ബഹളവും. എന്താണ്? അബ്രഹാം ദൈവത്തിനെ സഹായിക്കാൻ നോക്കിയതാ, വാഗ്ദത്തം തന്നു. 100-ാം വയസ്സിൽ ദൈവം കടന്നു വന്ന് വാഗ്ദത്ത പുത്രനെ കൊടുത്തു. അതിൽ നിന്നാണ് പിന്നെ ജീനിയോളജി എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വയം എഫേർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു കുടുക്കുണ്ട്. കർത്താവ് പറയുന്നു, അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കുമ്പോൾ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കൾ ഒരു വഴിയായി വരും, 7 വഴിയായി നശിച്ചു. യഹോവ നിൻ്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാത്തിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്ന യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം നിൻ്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ടേ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തെ യഹോവ നിൻ്റെ നന്മയ്ക്കായി ഗർഭഫലവും കന്നുകാലിയുടെ ഫലവും നിൻ്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. തക്ക സമയത്ത് നിനക്ക് മഴ തരും. നിൻ്റെ വേലയൊക്കെയും അനുഗ്രഹിക്കപ്പെടും. നിന്നെ കർത്താവ് പറയുന്നത്, നിൻ്റെ ഭണ്ഡാരം ദൈവം സ്വർഗത്തിൽ നിന്ന് തുറന്നു തരും. നീ വായ്പ വാങ്ങിക്കത്തില്ല, കൊടുക്കുന്നവനാകും. ഞാൻ എന്നിട്ട് പറഞ്ഞു, എന്നെ വാലല്ല തലയാക്കും. ഇതൊക്കെ അനുസരിച്ച് നടന്നാൽ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ഈസ് കണക്റ്റഡ് വിത്ത് എവറി പ്രോമിസ് ഗോഡ് ഹാസ് ഗിവൺ. ചുമ്മാതെ കിട്ടുമെന്ന് വിചാരിക്കില്ലേ? നോ പെയിൻ നോ ഗെയിൻ. ദൈവം എന്തിനാ ഈ ബാലശിക്ഷ തന്ന് പഠിപ്പിക്കുന്നത്? നന്മ തന്നു കഴിയുമ്പോൾ അത് അനുഭവിക്കാൻ വേണ്ടിയാണ്. അത് പിശാചെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വയ്യ. ദൈവം നന്മ ഇങ്ങനെ ദിനംപ്രതി നമ്മുടെ മുമ്പിലോട്ട് അയക്കും. നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ നമ്മുടെ നന്മയാണ് ഈ ദുഷ്ടനെടുത്ത് വല്ലവർക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് ജാഗരിച്ച് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിലൊക്കെ കർത്താവ് അങ്ങ് അനുഗ്രഹിക്കാൻ അങ്ങ് എഴുന്നള്ളി വന്നിരിക്കും. പരിശുദ്ധാത്മാവിനെ തൊടുമ്പോഴത്തേക്ക് ഒരു വേറൊരു തലത്തിലോട്ട് അങ്ങ് കയറുകയാണ് നമ്മൾ. ആത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, പരിശുദ്ധാത്മാവ് വരാതെ ഒരുവനും നന്മയും തിന്മയും തിരിച്ചറിയത്തില്ല. അന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്ത് പരിശുദ്ധാത്മാവ് എടുക്കപ്പെട്ടു, മാറ്റപ്പെട്ടു പോയി. അന്ന് തൊട്ട് മനുഷ്യൻ ദൈവമേ പാപത്തിനിരയായിട്ട്, പരിശുദ്ധ ദൈവത്തിന് വിപരീതമായിട്ട്, പിശാചിനടിമയായിട്ട്, നുഖങ്ങൾ വഹിക്കാൻ വയ്യാത്തത് കൊണ്ട് നടന്നിട്ട് അത് പിന്നെ ഒരു ഗമയായിട്ട് പറയുന്ന ഒരു കാലമായി മാറിയ, വസ്ത്രമില്ലാതെ നഗ്നനായിട്ട് നടക്കുന്നവൻ സൗന്ദര്യവാനെന്ന് വിളിച്ചു പറയുന്ന ഒരു കാലം. എന്ത് ചെയ്യണം? മ്ലേച്ഛമായ ജീവിതം പരസ്യമായിട്ട് കാണിച്ചിട്ട് ഇതാണ് നല്ലതെന്ന് വിളിച്ചു പറയുന്നത്. പാപം മനുഷ്യനിലുണ്ട്, പക്ഷെ അത് രഹസ്യമായിട്ട് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ അത് വിളിച്ചു കൊട്ടിഘോഷിക്കുന്ന അങ്ങനെ ഒരു കാലത്തിലേക്ക് പോകുമ്പോൾ മാറ്റമില്ലാത്ത നിൻ്റെ സത്യം വചനത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നതിലേക്ക് ജനങ്ങൾ തിരിച്ചു വരണം, തലമുറകൾ തിരിച്ചു വരണം, ഞങ്ങൾ തിരിച്ചു വരണം. ഇങ്ങനെ ഒരു പുസ്തകം ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത് അത് മെഡിറ്റേറ്റ് ചെയ്ത് അതിൽ വിശ്വസിച്ച് പോകുന്നെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് വ്യക്തമായിട്ട് നീ പറയുന്നെങ്കിൽ അത് പ്രാപിച്ചെടുക്കാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങളുടെ തലമുറകളുടെ മേൽ ഇത് ഇൻസ്റ്റിൽ ചെയ്ത് കൊടുക്കണം, പക്ഷേ എഴുതി വെച്ച് കൊടുക്കണം. അതിന് പറഞ്ഞ് നിൻ്റെ ഭക്തന്മാർക്കോ നിൻ്റെ വൃദ്ധന്മാർക്കോ നീ രാത്രിയിൽ പോലും സ്വപ്നത്തിൽ പോലും നീ അനുഗ്രഹങ്ങൾ കൊണ്ടുകൊടുക്കുന്ന ദൈവമാണ്. നിൻ്റെ മക്കളെ നീ കരുതുന്ന ദൈവമാണ്. അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കയറി അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നത് പോലെ അങ്ങേയറ്റം ദൈവത്തെ ബഹുമാനിക്കാൻ ഒരു ഭവനത്തിൽ നിന്ന് പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണം. അവരുടെ വഴി തെറ്റിപ്പോയിടത്തും തിരിച്ചു കൊണ്ടുവന്ന് അപ്പച്ചൻ്റെ ട്രെയിനിങ്ങിനകത്ത് ജോസഫിൻ്റെ കാല് അനുസരണം പഠിക്കുന്നിടം വരെയും, ദൈവശബ്ദം വ്യക്തമായിട്ട് കേൾക്കുന്നിടം വരെയും, അതിൽ നിൽക്കുന്നിടം വരെ അവൻ്റെ കാല് ചങ്ങനകളാൽ പൂട്ടപ്പെട്ടു എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ തലമുറകൾ ദൈവത്തിലാകുന്നിടം വരെ അവരെവിടെയാണേലും നിൻ്റെ ആത്മാവിൻ്റെ ഹേമിക്കുന്ന ചങ്ങലയ്ക്കകത്ത് നിന്നുകൊണ്ട് കർത്താവിനെ കാണുവാൻ ഇട്ടയാക്കണേ അപ്പച്ച. നീ ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ഒരു ഇഞ്ച് പോലും മുൻപോട്ട് വിടരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനത് കേട്ടിരിക്കുന്നതിനാലും കർത്താവ് അവർക്ക് വേണ്ടി മുൻപേ പോയി വഴി നിരപ്പാക്കി തിരിച്ചു കൊണ്ടുവരുന്നത് ടേൺ അറൗണ്ട് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ സംഭവിക്കട്ടെ. അതിന് അനേക കുടുംബങ്ങളിൽ ഒരു വിടുതലാക്കി കൊടുക്കുന്നതിന് സ്തോത്രം.
പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.